അപ്പോൾ വിടാമുയർച്ചി ട്രെയിലർ വന്നു മക്കളെ, ട്രെയിലർ വന്നു. ശരിക്കും പടം പൊങ്കലിന് റിലീസ് പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ എന്തൊക്കെയോ റീസൺ കൊണ്ട് അത് പോസ്റ്റ്പോണ്ട് ആയി. ഈ ജനുവരി ലാസ്റ്റ് വരുന്നൊക്കെയായിരുന്നു ലാസ്റ്റ് അപ്ഡേറ്റ്. ഇനിയിപ്പോൾ ഈ ട്രെയിലറിൻ്റെ എൻഡിൽ അങ്ങനെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്, പുതിയ റിലീസ് ഡേറ്റ് എന്നാണെന്നുള്ളത്. ഹോപ്പ്ഫുള്ളി ജനുവരി ലാസ്റ്റ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ വിടാമുയർച്ചിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ 1997 ഇറങ്ങിയ മൂവിയുടെ ഒഫീഷ്യൽ റീമേക്ക് ആണെന്ന് പറയപ്പെടുന്നു. പക്ഷേ സിനിമേൻ്റെ അണിയറ പ്രവർത്തകർ ഇതുവരെ അത് ഒഫീഷ്യലി എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ടീസർ റിലീസായ സമയത്ത് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായതാണ് ഇത് ബ്രേക്ക് ഡൗൺ മൂവി അങ്ങനെ ഒരു റീമേക്ക് ചെയ്ത് വെച്ചതാണെന്നുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സീനൊക്കെ ഷൂട്ട് ചെയ്ത സമയത്തുള്ള ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു, ഒരു ലീക്ക് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അജിത്തിന് ആക്സിഡന്റ് പറ്റുന്ന രീതിയിൽ വണ്ടി ഡ്രിഫ്റ്റായി മറിയുന്ന ഒരു വീഡിയോ റിലീസായിരുന്നു. അത് ഭയങ്കര വൈറലായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. அவ என்ன பார்க்கும்போது அந்த மொமெண்ட், அந்த இமேஜ் அவளுக்கு ஆயுஸ்க்கும் மறக்கக்கூடாது. அதான் டெஸ்டினி. I am so lost. അല്ലെങ്കിൽ ഈ സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലേ അജിത്തിനെ കവച്ചു വെക്കുന്ന ഒരു വേറൊരു ഇന്ത്യൻ നടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ അതിൽ ലുക്കാ പുള്ളിക്ക്. எனக்கு இந்த ஜெனரேஷன் பற்றி தெரியாது கைல். ஆனால் நாம் சின்ன பிள்ளையா இருந்தப்ப வாட்ச் கெட்டு போச்சுன்னா ரிப்பேர் பண்ணுவோம், டிவி கெட்டு போச்சுன்னா ரிப்பேர் பண்ணுவோம், தூக்கி போட மாட்டோம். This is my husband Rakshit. മകൻ തിരുമേ അർജുൻ കിങ്. Crime, rape, love. கொஞ்ச நேரமாவே பிரச்சனை பண்ணிட்டு இருக்காங்க. They're drunk. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് കേട്ടോ. ഏതായാലും അനി നന്നായിട്ട് പണി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. அந்த மாதிரி பொம்பளைங்க வாழவே கூடாது. இத ஸ்கெட்ச் போட்டு கொடுத்ததே போலீஸ் தான் சார். എന്ത് ചെയ്യാനാ, സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. സൺ ടി വിക്കാർ കോപ്പിറൈറ്റ് അടിച്ച് തരുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കും, ബാക്കിയുള്ള പ്രൊഡക്ഷൻ കമ്പനി പോലും എന്നല്ല. ഓക്കെ, തന്നെ കേട്ടോ. ബ്രേക്ക് ഡൗൺ കണ്ടവർക്ക് മനസ്സിലാവും, ഇത് അത് തന്നെ, ഒരു വ്യത്യാസമില്ല. Not here to fight. Officer down, officer down. What is your problem? கொஞ்ச நாளா என் உலகமே என்ன சுத்தி நொறுங்கிட்டு இருக்கு. உங்க கோவம் எனக்கு புரியுது. സേഫ്റ്റി ക്യാമറ. ഈ പൊറാട്ടയും ബീഫ് എന്നൊക്കെ പറയുന്ന പോലെ ഈ റോഡ് മൂവിയും അജിത്തും ഒരു വല്ലാത്ത കോമ്പിനേഷൻ തന്നെയാണ്. അധികം ഈ ഫുൾ ലെങ്ത് റോഡ് മൂവി പോലെ ഒരു പടം വന്നിട്ടില്ലെങ്കിലും ഈ മങ്കാത്തയിലൊക്കെ ഉള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ കണ്ടവർക്ക് അറിയാം. അത് ഒരു കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ ആക്ഷൻ സീക്വൻസ് ആണ് അതൊക്കെ. അത് പുള്ളി അടിപൊളി ഒരു ഡെലിവറി ചെയ്യുകയും ചെയ്യും. ഒരു രക്ഷയില്ലാന്ന് തോന്നുന്നു. അതാ ഫെബ്രുവരി 6 റിലീസ് ഡേറ്റ്. അപ്പോൾ ഏതായാലും ട്രെയിലർ റിലീസ് ചെയ്ത സ്ഥിതിക്ക് ഫെബ്രുവരി 6 പടം റിലീസാവുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ട്രെയിലർ അടിപൊളിയായിരുന്നു. ഇത് തന്നെ നമ്മളെ ബ്രേക്ക് ഡൗൺ മൂവി തന്നെ, ഒരു ഡിഫറൻസും ഇല്ല കാര്യത്തിൽ. പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും ആ പടം കാണാത്തവരുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യാം. ഏതായാലും പടം അടുത്ത മാസം റിലീസാണല്ലോ. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ കുറച്ചും കൂടെയൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിരിക്കും എന്തായാലും അവർ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കണ്ടിട്ട് അതിനുശേഷം വേണമെങ്കിൽ മറ്റേ പടം ഒന്നുകൂടെ കാണാം. കാരണം അത് 1997 ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്രക്ക് അങ്ങ് ഒരു മ്യൂസിക് ആണെങ്കിലും അതേപോലെ കുറച്ച് സ്ലോ ഫേസിലാണ് ഫിലിം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. നമുക്ക് കുറച്ച് ക്ഷമ തുടക്കം വേണം അന്ന് കണ്ടിരിക്കാൻ. അപ്പം ഞാനിങ്ങനെ പണ്ട് ഈ
കോവിഡ് സമയത്ത് പല റിവ്യൂസും കണ്ടപ്പോൾ അതിലൊരു നല്ല മൂവി എന്ന് പറഞ്ഞാൽ അങ്ങനെ തപ്പിപ്പോയി പിടിച്ച് കണ്ടതാണ്. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഏതായാലും ഈ ട്രെയിലർ പോലൊക്കെ തന്നെയാണ് ഫിലിം എന്നുണ്ടെങ്കിൽ പടം എന്തായാലും കയറിക്കൊടുത്തു. ഏതായാലും ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇവിടെ റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ചില ഫിലിംസ് ഒന്നും അൺഎക്സ്പെക്റ്റഡ്ലി നമുക്കിവിടെ സൗദിയിൽ റിലീസ് ഉണ്ടാവാറില്ല. എന്നാലും റിലീസ് ഉണ്ടെങ്കിൽ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്നിട്ട് ഒബിയസ്ലി ഞാൻ ഒരു റിവ്യൂ ചെയ്യാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, സ്റ്റേ ട്യൂൺ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.